ഇംഗ്ലീഷ് എത്ര പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ലാത്തവര് ഓടി വന്നോളൂ. നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. നമ്മളിപ്പോ 3 ക്ലാസ് ആണ് കഴിഞ്ഞേക്കുന്നത്. അപ്പോ ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലാത്തവരുണ്ടോ എങ്കിൽ ഒന്നും ചിന്തിക്കണ്ട, നമ്മുടെ കൂടെ കൂടിക്കൊള്ളുക, പഠിക്കാൻ വേണ്ടി ശ്രമിച്ചോളുക. അപ്പൊ നിങ്ങൾ ഇന്ന് എൻ്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റം കണ്ടോ? ഞാൻ സ്പെക്സ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് സ്ഥിരം ഉപയോഗിക്കുന്നതാണ്, പക്ഷെ വീഡിയോകൾക്ക് ഞാൻ എടുക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എഴുത്തും ഒക്കെ കഴിഞ്ഞ് വന്നപ്പം ഇരുന്ന്, അതുകൊണ്ട് ഞാനിതങ്ങ് മാറ്റിയേക്കാം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ബുദ്ധിമുട്ട് വേണ്ട. ഓക്കെ, അപ്പോ ചെറിയൊരു കണ്ണിന് ഒരു ചെറിയൊരു കാഴ്ചക്കുറവോ എന്തൊക്കെയോ ഉണ്ട്, അതുകൊണ്ട് അപ്പൊ എല്ലാവരും റിലാക്സ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ടെൻഷനൊന്നും ഇല്ലല്ലോ. ഇംഗ്ലീഷ് പഠിക്കാനിരിക്കുവാണെന്നുള്ളൊരു മനോഭാവമോ ചിന്തയോ ഒന്നും നിങ്ങൾക്കില്ലല്ലോ. വളരെ കൂളായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. വേണമെങ്കിൽ ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് സമാധാനത്തിലിരിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് ഒന്നും കൂടെ നമുക്ക് പുറകിലോട്ട് പോകാം. അവർ ഇവിടെ വരാറുണ്ട് എന്നെങ്ങനെ പറയും? ദേ കം ഹിയർ. അവർ ഇവിടെ വരാറില്ല എന്നെങ്ങനെ പറയും? ദേ ഡു നോട്ട് കം ഹിയർ. പറയുന്നില്ലേ നിങ്ങൾ? ദേ ഡോണ്ട് കം ഹിയർ. അവരിവിടെ വരാറേ ഇല്ല. അത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ്. അവരിവിടെ ഒരിക്കലും വരാറില്ല. അതെ, അങ്ങനെ പറയാം. അവരിവിടെ വരാറേ ഇല്ലെന്ന് പറയാം. അവരിങ്ങോട്ടൊന്നും വരാറില്ല. ആ ഒരു രീതിയിലൊക്കെ പറയണമെങ്കിൽ നമ്മൾ അവിടെ ഒരു നെവർ ചേർത്താൽ മതി. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല എന്നാണ് അർത്ഥം. ദേ നെവർ കം ഹിയർ. അവൾ പാട്ട് പാടാറുണ്ടെന്ന് എങ്ങനെ പറയും? അവൾ പാടാറുണ്ടെന്ന് എങ്ങനെ പറയും? ഷീ സിങ്സ്. ഓർത്ത് വെക്ക. ഇനി അവൾ പാടാറില്ലെന്ന് എങ്ങനെ പറയും? ഷീ ഡസൻറ്റ് സിങ്. പഠിച്ച ക്ലാസ്സുകളൊക്കെ ഓർക്കുക. ഇനി അവൾ പാടാറേ ഇല്ല. ഷീ നെവർ സിങ്സ്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും ഒരിക്കലും ചെയ്യാറില്ല എന്ന് പറയാൻ നമ്മൾ നെവർ ആണ് ഉപയോഗിക്കേണ്ടത്. അത് ഇന്ന് പഠിച്ചോട്ടോ. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ അത് ഓർത്ത് വിഷമിക്കേണ്ട. ഒരിക്കലും ചെയ്യാറില്ല എന്ന് പറയാൻ നെവർ എന്നൊരു വാക്ക് നമ്മുടെ സെന്റൻസിൽ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ പിന്നെ ഒരു നോട്ടൊന്നും നമ്മൾ വെക്കണ്ട കേട്ടോ. ഈ നെവർ എന്ന് പറയണത് തന്നെ ഒരു ഒന്നിനും കൊള്ളത്തില്ലാത്തൊരു നെഗറ്റീവാന്നേ. പിന്നെ അതിൻ്റെ കൂടെ ഒരു നോട്ടിനെ ഒന്നും നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യമില്ല. ക്ലിയർ? യെസ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് അതൊന്നുമല്ല. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സെന്റൻസുകൾക്കൊന്ന് വലിപ്പം കൂട്ടാൻ പോവുകയാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമൊന്നും അല്ലല്ലോ നമ്മൾ പറയുന്നത്, അല്ലെ? വലിയ കാര്യങ്ങളും പറയും. ഫോർ എക്സാമ്പിൾ, എൻ്റെ അമ്മ കടയിൽ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. എൻ്റെ അമ്മ കടയിൽ പോകുമ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. അവരിവിടെ ലീവിന് വരുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. ഞാൻ അവനെ കാണുമ്പോഴൊക്കെ മിണ്ടാറുണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ ഇപ്പൊ നോക്കൂ, അമ്മ കടയിൽ പോകുമ്പോഴൊക്കെ സാധനങ്ങൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട് എന്ന് പറയും. അപ്പൊ ഇത് ഏത് ടെൻസ് ആണെന്ന് നിങ്ങളൊന്ന് പറയും. ആദ്യം അതറിയാം. ഓ, മറന്നുപോയേ, നമ്മൾ ടെൻസ് ഒന്നും പഠിക്കുന്നില്ലല്ലോ. ഞാൻ പഴയ ഒരു ഗ്രാമർ ക്ലാസ് ഓർത്ത് ടെൻസ് ഒന്നുമില്ലേ. അപ്പൊ ഇത് നമ്മൾ പഠിച്ച രീതിയിലാണ് എങ്കിൽ വാങ്ങിക്കാറുണ്ട്. അത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. ഫസ്റ്റ് അല്ല സെക്കൻഡ് ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചതെന്ന് തോന്നുന്നു, അല്ലേ? സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. അപ്പോ അമ്മ കടയിൽ പോകുമ്പോഴൊക്കെ എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അമ്മ അത് എപ്പോ കടയിൽ പോയാലും ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലെ? അതുപോലെ അവര് ലീവിന് വരുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. അതും അവര് ചെയ്യുന്ന സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെ? അങ്ങനത്തെ സെന്റൻസുകളും നമ്മൾ ഇനി പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, അമ്മ കടയിൽ പോകുമ്പോഴൊക്കെ, അവര് ലീവിന് വരുമ്പോഴൊക്കെ, ഞാൻ കാണുമ്പോഴൊക്കെ, ഈ സാധനങ്ങളില്ലേ, കാണുമ്പോഴൊക്കെ, വരുമ്പോഴൊക്കെ, ഇങ്ങനെ പറയാൻ നമുക്ക് whenever എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓർത്തു വെച്ചോ. കാണുമ്പോഴൊക്കെ, കാണുമ്പോൾ എന്നുള്ള വേർബൊക്കെ വേറെ. ഈ ലൊക്കെ എന്ന് പറയില്ലേ, ആ സാധനം. കാണുമ്പോഴൊക്കെ, അത് തന്നെ. പറയുമ്പോഴൊക്കെ, ചെയ്യുമ്പോഴൊക്കെ, ആ ഒരു സാധനത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് whenever. ഇപ്പൊ തന്നെ നിങ്ങൾ 2-3 സെന്റൻസ് നിങ്ങളുടെ മനസ്സിൽ തന്നെ പറഞ്ഞ ആ whenever വരുന്നത്. ഞാൻ പഠിക്കുമ്പോഴൊക്കെ. നമ്മൾ പാട്ട് വെക്കാറുണ്ട്, അല്ലെ? ചേട്ടത്തി അനിയത്തിയൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ലേ. ഞാൻ മിറ്റം അടിക്കുമ്പോഴൊക്കെ, whenever എന്ന വാക്കാണ് ആ ഒക്കെ എന്നുള്ളപ്പോ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് whenever. അപ്പൊ നമ്മൾ ഇനി സെന്റൻസ് ആക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ഒരു ഫസ്റ്റ് സെന്റൻസ് പറയാവേ. മോം ബൈസ്. വാങ്ങിക്കാറുണ്ട്. മോം എന്ന് പറയുന്നത് ഒരാളല്ലേ,
അല്ലേ? അമ്മ ഒരാളാണ്. അപ്പൊ വാങ്ങിക്കാറുണ്ട്. മോം ബൈസ്. ബൈ എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. മോം ബൈസ് മീ സംതിങ്. എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കാറുണ്ട്. വെൻ എപ്പോഴൊക്കെയാണ്? വെനെവർ ഷീ ഗോസ് ഷോപ്പിംഗ്. വെനെവർ ഷീ ഗോസ് ഷോപ്പിംഗ്. അവള് ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ. വെനെവർ ക്ലിയർ ആയി വരുന്നുണ്ടല്ലോ. വെനെവർ ഷീ ഗോസ് ഷോപ്പിംഗ് മൈ മോം ബൈസ് മീ സംതിങ്. അപ്പൊ പോകുമ്പോഴൊക്കെ എന്ന് വരുന്ന ആ സെന്റൻസിനകത്തോട്ട് നമ്മൾ എന്ത് ചേർക്കണം? വെനെവർ എന്ന് പറയുന്ന വാക്ക് ചേർക്കണം. ക്ലിയർ? ഇനി അവര് ലീവിന് വരുമ്പോഴൊക്കെ അവരിവിടെ വരാറുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ലീവ് എന്ന് പറയണത് എങ്ങനെയാണ്? ദേ ആർ ഓൺ ലീവ്. അതൊന്ന് നിങ്ങൾ പഠിച്ചു വെച്ചു. കാണാതെ അങ്ങോട്ട് പഠിച്ചു വെക്കുക. എന്തുകൊണ്ടാണെന്നുള്ള സ്ട്രക്ചർ ഒന്നും വേണ്ട, കാണാതെ അങ്ങോട്ട് പഠിച്ചു വെക്കുക. ദേ ആർ ഓൺ ലീവ്. ദേ ആർ ഓൺ ലീവ്. ലീവ് ആകുമ്പോഴൊക്കെ, വെനെവർ ദേ ആർ ഓൺ ലീവ്, അവരിവിടെ വരാറുണ്ട്. ദേ കം ഹിയർ. ദേ കം ഹിയർ. പക്ഷെ ഞാൻ പറയാണേ, ലീവ് ആകുമ്പോഴൊന്നും അവരിവിടെ ഒന്നും വരാറില്ലേ? നമ്മളെങ്ങനെയല്ലേ പറയുക? ലീവിനൊക്കെ ഇവിടെ വരുമ്പോഴൊന്നും അവരിവിടെ ഒന്നും വരാറില്ല. അപ്പൊ എന്താ പറയേണ്ടത്? ദേ നെവർ കം ഹിയർ. അതാണ് ഞാൻ ഫസ്റ്റ് പഠിച്ചു തന്നത്. ദേ നെവർ കം ഹിയർ വെനെവർ ദേ ആർ ഓൺ ലീവ്. അവിടെ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് കൊടുത്തു. വരാറില്ല, അവിടെ അവരിങ്ങോട്ടൊന്നും വരാറില്ല. ദേ നെവർ കം ഹിയർ എന്ന് ചേർത്ത്. ക്ലിയർ ആയേ? നെഗറ്റീവ് സെന്റൻസ് ആയേ? അപ്പൊ നിങ്ങൾക്ക് ഈ ഒത്തിരി സെന്റൻസ് നമ്മൾ പറയേണ്ടതല്ലേ? ഇതേപോലെ ചിന്തിച്ചു നോക്കിക്കേ, അല്ലേ? അവനെ കാണുമ്പോഴൊക്കെ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. അതെങ്ങനെ പറയാ? അവനെ കാണുമ്പോഴൊക്കെ എനിക്ക് സന്തോഷം തോന്നണം. അപ്പൊ കാണുമ്പോഴൊക്കെ എന്നുള്ളതിനകത്താണ് ബ്ലൊക്കേളൊക്കെ എന്നുള്ള വാക്ക് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയണം? വെനെവർ ഐ സീ ഹിം. എപ്പോഴൊക്കെയാണോ ഞാൻ അവനെ കാണുന്നത്, ഐ ഫീൽ ഹാപ്പി. സന്തോഷം തോന്നുക എന്ന് പറയുന്ന വാക്കാണ് കേട്ടോ ഫീൽ എന്ന് പറയുന്നത്. വെനെവർ ഐ സീ ഹിം ഐ ഫീൽ ഹാപ്പി. അങ്ങനത്തെ വ്യക്തികൾ പലരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, അല്ലെ? കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷം തോന്നുന്ന ഒത്തിരി പേര് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ? ഒത്തിരി പേരൊന്നും ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് പേര് നമ്മുടെ ലിസ്റ്റിലുണ്ടാവും. നമുക്ക് അവരെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവരെ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേര്, അല്ലെങ്കിൽ നമ്മൾ അവരെ കാണുമ്പോൾ അവർ സംസാരിക്കുകയൊന്നും വേണ്ട, അവരുടെ സാമീപ്യം തന്നെ നമുക്കൊരു സന്തോഷം തരുന്ന ആൾക്കാരുണ്ടാകും, അല്ലേ? അങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ എനിക്ക് വേണ്ടു കേട്ടോ. അവരെന്നോട് മിണ്ടുമൊന്നും വേണ്ട, പക്ഷെ എൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു വലിയ സപ്പോർട്ട് തരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതിലൊന്നാമത്തെ ആളാണ് എൻ്റെ ഹസ്ബൻഡ് തന്നെ. അദ്ദേഹം എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ ഐ ഫീൽ ഹാപ്പി, എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഇരിക്കുമ്പോഴൊക്കെ വെനെവർ ചേർക്കുക. അപ്പൊ ഇനി വെനെവർ നിങ്ങൾ മറന്നു പോലെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വെനെവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിനി നിങ്ങൾക്ക് വേണ്ടി ഒരു സെന്റൻസ് പറയാവേ. മഴ പെയ്യുമ്പോഴൊക്കെ കുട്ടികൾ പുറത്ത് കളിക്കാറുണ്ട്. പെട്ടെന്ന് കമന്റ് ബോക്സ് ചെയ്തേ. മഴ പെയ്യുമ്പോഴൊക്കെ, അതിനകത്താണ് വെനെവർ വന്നേക്കുന്നത്. മഴയുടെ സബ്ജക്റ്റ് എന്താണ്? ഇറ്റാണ്. ക്ലൂ ഒക്കെ ഞാൻ പറഞ്ഞു തന്നെ. മഴ പെയ്യുമ്പോഴൊക്കെ കുട്ടികൾ കളിക്കാറുണ്ട് പുറത്ത്. കളിക്കാറുണ്ട് പുറത്ത്. പെട്ടെന്ന് കമന്റ് ബോക്സ് ചെയ്തോ. അപ്പൊ ഇനി നമുക്കിത് ഈ സെന്റൻസ് വേണ്ട, അല്ലെ? അമ്മ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അമ്മ പുറത്തു പോകുമ്പോഴൊക്കെ എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കാറില്ല എന്ന് പറയണമെന്നാണെങ്കിലോ? ഷീ വാങ്ങിക്കാറില്ല. നമ്മൾ പഠിച്ചതല്ലേ? ഷീ ഡസൻറ്റ് ബൈ മീ സംതിങ്. ഇനിയിപ്പോ ഡസൻറ്റ് നിങ്ങൾക്ക് അറിയത്തില്ലേ? ആഹാ, അതെങ്ങനെയാ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ് പെട്ടെന്നൊന്ന് മുകളിലോട്ടൊന്ന് എടുത്തിട്ട് നിങ്ങൾ നോക്കിക്കേ. ഷീ ഡസൻറ്റ് ബൈ മീ സംതിങ് വെനെവർ ഷീ ഗോസ് ഷോപ്പിംഗ്. ഷോപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ അമ്മ എനിക്ക് വാങ്ങിക്കാറില്ല. ഷീ നെവർ ബൈസ് മീ സംതിങ്. ഒന്നും വാങ്ങിക്കാറില്ല. നെവർ. എനിക്ക്
ഒന്നുമേ വാങ്ങിക്കാറില്ല. അപ്പൊ നെവറും ക്ലിയർ ആയേ. അപ്പൊ ഇനിയേ ഞാൻ ഇംഗ്ലീഷ് സെന്റൻസ് പറയാം, നിങ്ങൾ അതിന്റെ മലയാളം പറയണേ. ഷീ ഡസൻറ്റ് സ്മൈൽ whenever she meets me. പെട്ടെന്ന് മലയാള സെന്റൻസ് നമ്മുടെ കമന്റ് ബോക്സ് ചെയ്യാം. ഷീ ഡസൻറ്റ് സ്മൈൽ whenever she meets me. ഇങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ചുമ്മാ അങ്ങോട്ട് ചിരിക്കണമെന്നേ, വെറുതെ അങ്ങോട്ട് ചിരിക്കുന്നതിന് എന്താ. ഞാൻ യൂഷ്വലി അധികം സംസാരിക്കല് അത്ര അധികം ഇങ്ങനെ പറയുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ അവരുടെ മുന്നിലൊക്കെ ചിരിക്കാറുണ്ട്, ആൾക്കാരുടെ മുന്നിലൊക്കെ ചിരിച്ചു കാണിക്കും. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്തോ ഒരു ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു പക്വത മേഡത്തിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ വായിട്ട് അധികം സംസാരിക്കുന്ന ഒരാളല്ല, അവരോട് ചിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ഞാൻ അവരെയൊക്കെ കേൾക്കാൻ എനിക്കിഷ്ടമാണ്, മറുപടി പറയുകയും ചെയ്യും, പക്ഷെ അവരെ കേൾക്കാനൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥം പോലെ നിങ്ങൾ പെരുമാറരുത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്തല്ലോ, 2 കാര്യം കമന്റ് ബോക്സ് ചെയ്തില്ലേ. ഇനി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അധികം എക്സാമ്പിൾസ് വേണ്ടല്ലോ. അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മൾ ചെയ്യുമ്പോഴൊക്കെ എന്ന് പറയുന്ന സെന്റൻസ് നമ്മൾ വെന്നെവറും വേർബിന്റെ ഫസ്റ്റ് ഫോമും കൊടുക്കുക. വെന്നെവർ സബ്ജക്റ്റ്, വേർബിന്റെ ഫസ്റ്റ് ഫോമും. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വേർബിന്റെ ഫസ്റ്റ് ഫോമിൽ തന്നെ പറയാം. കാരണം അത് നമ്മൾ സ്ഥിരം ചെയ്യുന്നതായത് കൊണ്ടാണ്. ഇത് പാസ്റ്റ് ടെൻസിലൊക്കെ പറയാം, അതിലല്ല, പാസ്റ്റ് അല്ല കേട്ടോ, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. പക്ഷെ നമ്മൾ അതൊന്നും പഠിച്ചിട്ടില്ലല്ലോ, നമ്മൾ ഇതല്ലേ പഠിച്ചിട്ടുള്ളൂ. പഠിക്കാത്ത കാര്യത്തെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെയാണ് നമുക്ക് ചോദ്യമാക്കാൻ പറ്റുക? നമ്മൾ ചോദിക്കില്ലേ, ലീവ് കിട്ടുമ്പോഴൊക്കെ അവനിവിടെ വരാറുണ്ടോ? ലീവ് കിട്ടുമ്പോഴൊക്കെ അവരിവിടെ വരാറുണ്ടോ? അപ്പൊ ഒന്നുമില്ല, എന്ത് ചെയ്താൽ മാത്രം മതി, നമ്മളെ ഡൂവിനെയും ഡെസിനെയും കൊണ്ടുവന്നിട്ടാൽ മാത്രം മതി. അപ്പൊ എങ്ങനെ പറയും? ഡു ദേ കം ഹിയർ whenever they get leave. ഡു ദേ കം ഹിയർ. എനിക്ക് അപ്പുറത്തെ റോഡിലൂടെ ഒരാൾ പോയി, ഞാനത് നോക്കിയതാണ് കേട്ടോ. ഡു ദേ കം ഹിയർ whenever they get leave. അവർക്ക് ലീവ് കിട്ടുമ്പോഴൊക്കെ അവരിവിടെ വരാറുണ്ടോ? വരാറുണ്ടോന്ന് എങ്ങനെയാ ചോദിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ഡു ദേ കം. അപ്പൊ ഡു ദേ കം ഹിയർ, ഇവിടെ വരാറുണ്ടോ ലീവ് കിട്ടുമ്പോഴൊക്കെ? whenever they get leave. ക്ലിയർ ആയേ? സംശയമുണ്ടോ? അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൊടുക്കാനുള്ള അടുത്തൊരു സെന്റൻസും കൂടെ തരാം. നിന്നെ കാണുമ്പോഴൊക്കെ അവൾ ചിരിക്കാറുണ്ടോ? നിന്നെ കാണുമ്പോഴൊക്കെ അവൾ ചിരിക്കാറുണ്ടോ? ചെയ്തോളൂ. അപ്പൊ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോഴൊക്കെ, പറയുമ്പോഴൊക്കെ, കളിക്കുമ്പോഴൊക്കെ എന്ന് പറയാൻ നമ്മളുടെ മനസ്സിലൊരു വെന്ന് മാത്രമേ വരുള്ളൂ. അല്ല, എന്തും കൂടെ വരണം, വെന്നവർ. ഇത് നിങ്ങൾ കാണാതെ അങ്ങോട്ട് പഠിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, വെന്നവർ. എന്നിട്ട് നമ്മൾക്ക് എന്താണോ ആ വെന്നവറിന്റെ കൂടെ ചേർത്ത് പറയേണ്ടത്, അത് വേർബ് ഫസ്റ്റ് ഫോമിൽ കൊടുക്കുക. ഇനി മറ്റേതെന്താണ്, നമ്മുടെ സബ്ജക്റ്റും വേർബ് ഫസ്റ്റ് ഫോമിലും തന്നെ കൊടുക്കുക. ഈ വെന്നവർ കണ്ട് സബ്ജക്റ്റൊക്കെ ഉള്ള കാര്യമൊന്നും മറന്നു പോയല്ലേ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയത്തില്ലാതെ എൻ്റെ കൂടെ ചേർന്ന നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായോ? കുഞ്ഞു സെന്റൻസ് മാത്രം പഠിച്ചാൽ പോരല്ലോ, നമ്മൾ വലിയ സെന്റൻസും കൂടെ പഠിക്കണ്ടേ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായോ? കുറച്ചും കൂടി എക്സാമ്പിൾസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഞാൻ അടുത്ത ദിവസം കുറച്ചും കൂടി എക്സാമ്പിൾസ് ഉള്ള ക്ലാസ്സുകളുമായിട്ട് നിങ്ങൾക്ക് വരാം. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് ചെയ്യാം കേട്ടോ. മനസ്സിലായോ? ടെൻഷൻ ഉണ്ടോ? പേടിയുണ്ടോ? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ പറ്റാത്തതിന്റെ കാര്യം നമുക്ക് പേടിയാണെന്നാണ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടി തോന്നിയോ? എന്തിനാ പേടിക്കുന്നത്? ഇതൊരു ലാംഗ്വേജ് അല്ലേ? ഇത് പഠിക്കാൻ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? ഒരു ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഒന്ന് ചെയ്താൽ മാത്രം മതി. ഇന്നും ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട്, കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കണം. ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായും ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് വെറുതെ ആയിപ്പോ. നിങ്ങൾ അപ്പൊ ടെൻഷൻ ഒന്നുമില്ലാതെ നിങ്ങളിത് സംസാരിക്കണം. അപ്പൊ ഇനി അയ്യോ എനിക്ക് സംസാരിച്ച് പഠിക്കാനൊന്നും ആഗ്രഹമില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ അടുത്തോ എൻ്റെ ട്രെയിനേഴ്സിൻ്റെ അടുത്തോ ഒക്കെ നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കാനുള്ള അവസരവും ഞങ്ങൾ തരുന്നുണ്ട്. അപ്പൊ ഇനി സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹം ആളില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞത്, എൻ്റെ അടുത്ത് ഫീസ് തന്ന് ചേർന്ന് പഠിക്കാൻ പറ്റാത്തവരൊക്കെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ.
അപ്പൊ എല്ലാവരും എന്താണ്, സന്തോഷത്തോടെയൊക്കെ ഇരിക്കുക, സമാധാനത്തോടെയൊക്കെ ഇരിക്കുക. കുട്ടികളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ എല്ലാവരും അമ്മമാരൊക്കെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പോൾ നിങ്ങളുടെ സമയം ഉപയോഗിക്കുക. നിങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുമോ? അല്ലെങ്കിൽ അമ്മമാരൊന്നും വെറുതെ സമയം കളയല്ലോ കേട്ടോ. യൂട്യൂബിലൊക്കെ എന്തുമാത്രം അവസരങ്ങളുണ്ട്, അതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ഞാൻ എന്നും പറയണത് പോലെ നിങ്ങൾക്ക് എന്നെയും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലേ ഞാൻ ഇനി അടുത്ത ദിവസം ഇടുന്ന ക്ലാസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതൊന്ന് ഓപ്പൺ ആക്കി നോക്കണേ. അവിടെ എനിക്ക് ഫോളോവേഴ്സ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. നിങ്ങൾ അവിടെയും കൂടി ഒന്ന് ലേൺ ഇംഗ്ലീഷ്, അവിടെയും കൂടെ പോയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെ. ഓക്കെ, താങ്ക് യു.